JEE 2024 Phase 1 January 30th Shift 1 Question number 28. Section B. Consider a disk of mass 5 kg and radius 2 meter rotating with angular velocity omega. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ I1 എത്രയായിട്ട് തന്നിട്ടുണ്ട്? mr²/2 ഡിസ്കാണ്. mr²/2 m എത്രയാണ് എൻ്റെ മക്കൾ പറ? 5 × r² 4/2. അപ്പോൾ I1 10 ആണ്. ഓക്കെ അല്ലേ? SI സിസ്റ്റത്തിൽ അതിൻ്റെ omega1 എത്രയാണെന്ന് പറയുന്നത്? 10 radian/second SI സിസ്റ്റത്തിൽ. ബാക്കി വായിക്കാം. ആൻഡ് ഐഡൻറ്റിക്കൽ ഡിസ്ക്. അപ്പോൾ I2ൻ്റെ വാല്യൂ എത്ര തന്നെയാണ് മക്കൾ പറ? 10 തന്നെ. കെപ്റ്റ് ജെന്റിലി, ആ വാക്കൊന്ന് ഓർത്തേക്കണം. ആ ജെന്റിലി ആയതുകൊണ്ട് നമുക്ക് omega2 എത്രയാണ്? omega2 0. ദ എനർജി ഡിസിപ്പേറ്റഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മക്കൾ പറഞ്ഞേ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എനർജി ഡിസിപ്പേറ്റഡ്. ശരിയല്ലേ? അപ്പോൾ ലോസ് ഓഫ് എനർജി മക്കളോട് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞായിരുന്നു. തൊട്ട് മുമ്പിൽ ഒരു പ്രോബ്ലം, ക്വസ്റ്റ്യൻ നമ്പർ ഐ തിങ്ക് ഇറ്റ് ഈസ് 27 Phase 1 Shift 1 30th January ക്വസ്റ്റ്യൻ നമ്പർ 27 സെയിം ഐഡൻറ്റിക്കൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഷിഫ്റ്റിലും വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടോണം. കാര്യം അതേപോലത്തെ വേറെ ചാപ്റ്റർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫേസുകളിൽ, ഷിഫ്റ്റുകളിൽ. ഒരു ഫേസിൽ തന്നെ ഷിഫ്റ്റുകളിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേഷനിൽ ഭയങ്കര തർക്കം വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് എനർജി വീണ്ടും ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 + C2 × V1 - V2 2 ആയിരുന്നു. ഇവിടെ അതിന് പകരം ഹാഫ് I1 I2 ഡിവൈഡഡ് ബൈ I1 + I2 × omega1 - omega2 2 is equal to 1/2 × 10 × 10 ഡിവൈഡഡ് ബൈ 20 × omega1 എത്രയായിരുന്നു? അതും 10 അല്ലായിരുന്നോ? 10. അപ്പോൾ 10 - 0 2. അപ്പോൾ ഇവിടെ 1/2 × 10 × 10 × 100 ഡിവൈഡഡ് ബൈ 20. ഒരു 0 100/4 എത്രയാണ്? 25. അപ്പോൾ 25 × 10 എത്രയാണ്? 250. അപ്പോൾ ഇത് 250 ജൂളായിരിക്കും ആൻസർ. 250 ജൂളായിരിക്കും ആൻസർ. അടിപൊളി ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ വീണ്ടും പറയാം, ലോസ് ഓഫ് എനർജി ഇൻ മൊമെന്റ് ഓഫ് ജെന്റിലി പ്ലേസ്ഡ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റോ ഒക്കെ കൊടുത്താണ് നമ്മൾ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പം അല്ലെങ്കിൽ നമ്മൾ I1 omega1 + I2 omega2 = I1 + I2 × omega, ആ കോമൺ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ചടങ്ങാണ്. അപ്പം അത് വേണ്ട. ലോസ് ഓഫ് എനർജി ഹാഫ് I1 I2 ഡിവൈഡഡ് ബൈ I1 + I2 × omega1 - omega2 2 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.